സൂര്യയുടെ കാർ കളക്ഷൻസ്. ഹലോ കാർ ഫാക്ടറിയുടെ പ്രേക്ഷകരെ, ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചും കഠിന പ്രയത്നങ്ങൾ ചെയ്തുമാണ് എല്ലാവരും വിജയം നേടുന്നത്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ഒടുവിൽ പ്രശസ്തിയുടെ പാതയിൽ കയറിയ പലരുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. ഇക്കൂട്ടത്തിലാണ് തമിഴ് സിനിമയിലെ നടിപ്പിൻ നായകൻ എന്ന് വിളിക്കുന്ന സൂര്യയുടെ സ്ഥാനം. തമിഴിൽ എന്ന പോലെ നമ്മുടെ കേരളത്തിലും ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സൂര്യയ്ക്ക് കൂടുതൽ കാലം വേണ്ടി വന്നില്ല. കേരളത്തിൽ വിജയുടെ സിനിമകൾ കിട്ടുന്ന അതേ സ്വീകാര്യതയാണ് സൂര്യ ശിവകുമാർ എന്ന നടിപ്പിൻ നായകന് മോളിവുഡിൽ കിട്ടുന്നത്. പ്രശസ്ത നടൻ ശിവകുമാറിൻ്റെ മകനായിട്ട് കൂടി ആ ലേബലിൽ അറിയപ്പെടാതെ കഠിന പ്രയത്നം കൊണ്ട് തമിഴ് സിനിമയിൽ സിംഹാസനം നേടിയെടുക്കാൻ സൂര്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അഭിനയം പോലെ തന്നെ കാറുകളോടുള്ള താല്പര്യത്തിലും സൂര്യ മുന്നിലാണ്. അത് ശരിവെക്കുന്നതാണ് സൂര്യയുടെ കാർ കളക്ഷൻ. അപ്പോൾ കാർ ഫാക്ടറിയുടെ ഈ എപ്പിസോഡിൽ സൂര്യ ശിവകുമാർ സ്വന്തമാക്കിയ ചില വണ്ടികളെ പരിചയപ്പെടാം. സൂര്യയുടെ ആദ്യത്തെ വണ്ടിയിൽ നിന്ന് തുടങ്ങാം. ഹുണ്ടായി ടെറക്കാൻ. സൂര്യ കരിയറിൻ്റെ തുടക്കകാലത്ത് സ്വന്തമാക്കിയ ഒരു SUV ആണ് ഹുണ്ടായി ടെറക്കാൻ. ഫോർഡ് എൻഡവറും ടൊയോട്ട ഫോർച്യൂണറും അരങ്ങുവാണിരുന്ന ഇന്ത്യൻ റോഡുകളിൽ ഇവർക്ക് വെല്ലുവിളിയായിട്ടാണ് ടെറാക്കാൻ എന്ന ഫുൾ സൈസ് SUVയെ ഹ്യുണ്ടായി പുറത്തിറക്കിയത്. എന്നാൽ കൂടുതൽ കാലം ഇവ ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചില്ല. കമ്പനി തന്നെ ഇവയുടെ വിൽപ്പന 2006 ഇന്ത്യയിൽ നിന്ന് അവസാനിപ്പിച്ചു. എന്നാൽ സൂര്യ ഈ വാഹനത്തെ ഇറക്കുമതി ചെയ്താണ് തൻ്റെ ഗ്യാരേജിലേക്ക് എത്തിച്ചത്. പീക്ക് RPMൽ 148 bhp പവറും 343 Nm ടോർക്കും ജനറേറ്റ് ചെയ്തിരുന്ന ഈ 7 സീറ്റർ SUV ഒരു 2.9 ലിറ്റർ ടർബോ ചാർജഡ് 4 സിലിണ്ടർ CRDA ഡീസൽ എഞ്ചിനിൽ മാത്രമായിരുന്നു ഇന്ത്യയിൽ പുറത്തിറക്കിയിരുന്നത്. 4 വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള ടെറാക്കാൻ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലാണ് ഇറങ്ങിയത്. 19.48 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയായിരുന്നു ഈ പ്രീമിയം SUVയുടെ എക്സ്-ഷോറൂം വില. അടുത്തതായി Audi Q7. ജർമ്മൻ ലക്ഷറി ബ്രാൻഡ് ഓഡിയുടെ Q7 SUV സൂര്യ സ്വന്തമാക്കുന്നത് തമിഴ് സിനിമയിൽ തൻ്റെതായ സിംഹാസനം നേടിയെടുത്ത കാലഘട്ടത്തിലാണ്. പിന്നീട് ഈ വാഹനത്തെ തൻ്റെ അനുജനും സിനിമാ താരവുമായ കാർത്തിക് സൂര്യ സമ്മാനമായി നൽകുകയായിരുന്നു. ഒരു കാലത്ത് ബോളിവുഡ് സെലിബ്രിറ്റികളുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും ഗ്യാരേജിൽ സ്ഥിരം സാന്നിധ്യമായിരുന്ന ഈ ഫുൾ സൈസ് SUVയുടെ വിൽപ്പന കമ്പനി ഏകദേശം 2 വർഷത്തോളം ഇന്ത്യയിൽ നിന്ന് അവസാനിപ്പിച്ചിരുന്നു. തുടർന്ന് ഇവയുടെ ഫേസ് ലിഫ്റ്റ് ചെയ്ത മോഡൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരു 3.0 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് സൂപ്പർ ചാർജഡ് V6 പെട്രോൾ എഞ്ചിൻ കരുത്ത് നൽകുന്ന ഈ 7 സീറ്റർ SUV പീക്ക് RPMകളിൽ 241 bhp പവറും 550 Nm മാക്സിമം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി ഇവ എല്ലാ വീലുകളിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ലിറ്ററിന് 12.07 കിലോമീറ്റർ ആയിരുന്നു കമ്പനി നൽകിയിരുന്ന മൈലേജ്. വെറും 7.7 സെക്കൻഡുകൾ കൊണ്ട് സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ കരുത്തുള്ള ഈ ലക്ഷറി വാഹനത്തിൻ്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. ഏകദേശം 71.09 ലക്ഷം രൂപയായിരുന്നു സൂര്യ ഈ വാഹനം സ്വന്തമാക്കിയ കാലത്തെ ഇവയുടെ എക്സ്-ഷോറൂം വില. ഈ ബ്രാൻഡിൽ നിന്ന് സൂര്യയുടെ കൈവശമുണ്ടായിരുന്ന മറ്റൊരു വാഹനമായിരുന്നു Audi A7. ഓഡി ബ്രാൻഡ് സൂര്യയ്ക്ക് സമ്മാനമായി നൽകിയതായിരുന്നു A7 സ്പോർട്ട്ബാക്ക് എന്ന ഈ ലക്ഷറി സെഡാൻ. കമ്പനിയുടെ മാർക്കറ്റിന് വേണ്ടി ഒരുപാട് ക്രിക്കറ്റ് താരങ്ങൾക്കും ബോളിവുഡ് നായകന്മാർക്കും ഓഡി കമ്പനി വാഹനങ്ങൾ സമ്മാനമായി നൽകിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു സൗത്ത് ഇന്ത്യൻ താരത്തിന് വാഹനം സമ്മാനമായി നൽകുന്നത്. പെട്രോൾ ഡീസൽ എഞ്ചിനിൽ എത്തിയിരുന്ന Audi A7 സ്പോർട്ട്ബാക്ക് പീക്ക് RPMകളിൽ 295 bhp പവറും 440 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു 3.0 ലിറ്റർ 6 സിലിണ്ടർ സൂപ്പർ ചാർജഡ് V6 TDI എഞ്ചിനാണ് ഈ 5 സീറ്റർ ലക്ഷറി സെഡാനെ കുതിക്കാൻ കരുത്ത് നൽകുന്നത്. 7 സ്പീഡ് എസ്ട്രോണിക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വഴി എല്ലാ വീലുകളിലേക്കും ഇവ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്നു. സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള ഇവയുടെ ടോപ്പ് സ്പീഡ് മണിക്കൂറിൽ 155 കിലോമീറ്റർ ആയിരുന്നു. ലിറ്ററിന് 7.0 കിലോമീറ്റർ മൈലേജ് നൽകുന്ന ഇവയുടെ എക്സ്-ഷോറൂം വില ഏകദേശം 90 ലക്ഷം രൂപയായിരുന്നു. സെഡാൻ സെഗ്മെൻറ്റിൽ സൂര്യ ശിവകുമാർ സ്വന്തമാക്കിയ മറ്റൊരു വണ്ടിയാണ് ജാഗ്വർ XF. ബ്രിട്ടീഷ് വാഹന നിർമ്മാതാക്കളായ ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ ഏറ്റവും ജനപ്രീതി നേടിയ ലക്ഷറി സലൂൺ മോഡലാണ് ജാഗ്വർ XF. 2 പെട്രോൾ വേരിയൻറ്റുകളും 2 ഡീസൽ വേരിയൻറ്റുകളുമാണ് XFനുള്ളത്. 3.0 ലിറ്റർ ശേഷിയുള്ളതും 2.0 ലിറ്റർ ശേഷിയുള്ളതുമായ 2 ഡീസൽ എഞ്ചിൻ വേരിയൻറ്റുകളും 5.0 ലിറ്റർ ശേഷി വീതമുള്ള 2 പെട്രോൾ എഞ്ചിൻ വേരിയൻറ്റുകളുമാണിവ. ഇവയിൽ സൂര്യയുടെ കൈവശമുള്ളത് 2.0 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജഡ് ഡീസൽ എഞ്ചിനാണ്. ഈ എഞ്ചിൻ പീക്ക് RPMകളിൽ 201 bhp പവറും 430 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 5 സീറ്റർ വാഹനമായിട്ടുള്ള ജാഗ്വർ XF എല്ലാ വീലുകളിലേക്കും പവർ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്നത് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴിയാണ്. മണിക്കൂറിൽ 235 കിലോമീറ്റർ പരമാവധി വേഗതയിൽ കുതിക്കുന്ന ഈ ലക്ഷറി വാഹനത്തിന് സ്റ്റിൽ സ്റ്റാൻഡിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും 7.6 സെക്കൻഡുകൾ കൊണ്ട് സാധിക്കും.
ഏകദേശം 80 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് സൂര്യ ഈ വാഹനത്തെ തൻ്റെ ഗ്യാരേജിലേക്ക് എത്തിക്കുന്നത്. അടുത്ത വണ്ടി മെഴ്സിഡീസ് ബെൻസ് ML ക്ലാസ്. സൂര്യ തൻ്റെ ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി സ്വന്തമാക്കിയ ലക്ഷറി SUV ആണ് മെഴ്സിഡീസ് ബെൻസ് ML ക്ലാസ്. സിനിമയുടെ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് സൂര്യ ഈ വാഹനത്തിലാണ് കൂടുതലും സഞ്ചരിക്കാറുള്ളത്. ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള ML ക്ലാസിൻ്റെ ML 500 എന്ന പെട്രോൾ വേരിയൻ്റാണ് സൂര്യയുടെ കൈവശമുള്ളത്. ഇവയുടെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മാക്സിമം RPM-ൽ 275 bhp പവറും 530 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന ഒരു 5.0 ലിറ്റർ 8 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് V8 എഞ്ചിനാണ് ഇവയ്ക്ക് കരുത്ത് നൽകുന്നത്. ഈ വാഹനത്തെ മെഴ്സിഡീസ് കമ്പനി കുറെ കാലം നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. പിന്നീട് ഈ 5 സീറ്ററിനെ ML ക്ലാസ് എന്ന പേര് മാറ്റി GLE ക്ലാസ് എന്ന പേരിൽ ഫേസ് ലിഫ്റ്റ് ചെയ്ത് പുറത്തിറക്കി. ലിറ്ററിന് 10.0 കിലോമീറ്റർ മൈലേജ് നൽകിയിരുന്ന ഇവ 7 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് എത്തിയിരുന്നത്. 8.4 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ സാധിക്കുന്ന ഇവയുടെ ഉയർന്ന വേഗത മണിക്കൂറിൽ 225 കിലോമീറ്റർ ആണ്. ഏകദേശം 80 ലക്ഷം രൂപ മുടക്കിയാണ് സൂര്യ ഈ ലക്ഷറി വാഹനത്തെ സ്വന്തമാക്കുന്നത്. അടുത്തതായി BMW 7 സീരീസ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആഡംബര കാറുകളിലൊന്നാണ് BMW 7 സീരീസ്. 5th ജനറേഷൻ BMW 7 സീരീസ് ലൈനപ്പിലെ 730 LD എന്ന ഡീസൽ വേരിയൻ്റാണ് സൂര്യയുടെ ഗ്യാരേജിൽ സ്ഥാനം പിടിച്ചത്. ഒരു 3.0 ലിറ്റർ ടിൻ പവർ ടർബോ ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് ഇവയെ തുടിക്കാൻ കരുത്ത് നൽകുന്നത്. ഈ എഞ്ചിൻ ഉയർന്ന RPM-ൽ 265 HP പവറും 620 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായിട്ടുള്ള ഈ 5 സീറ്റർ ലക്ഷറി സെഡാൻ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് പുറത്തിറക്കുന്നത്. സ്റ്റീൽ സ്റ്റാൻഡിൽ നിന്ന് 6.2 സെക്കൻഡുകൾ കൊണ്ട് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള ഇവയുടെ പരമാവധി വേഗത മണിക്കൂറിൽ 250 കിലോമീറ്റർ ആണ്. ഇവയുടെ എക്സ്ഷോറൂം വില വരുന്നത് ഏകദേശം 1.12 കോടി രൂപ മുതൽ 2.2 കോടി രൂപ വരെയാണ്. അടുത്തതായി പോർഷെ കയൻ. ജർമ്മൻ ലക്ഷറി വാഹന നിർമ്മാതാക്കളായ പോർഷയുടെ ഒരു മിഡ് സൈസ് SUV ആണ് പോർഷെ കയൻ. പോർഷെ കമ്പനിയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ മോഡലായിട്ടുള്ള കയൻ 2002-ലാണ് ഫോറിൻ വിപണിയിലെത്തുന്നത്. ഇവയുടെ 2010-ൽ പുറത്തിറങ്ങിയ സെക്കൻഡ് ജനറേഷൻ SUV ആണ് സൂര്യയുടെ ഗ്യാരേജിൽ സ്ഥാനം പിടിച്ചത്. ഒരു 4.0 ലിറ്റർ ടിൻ ടർബോ 6 സിലിണ്ടർ V8 പെട്രോൾ എഞ്ചിൻ കരുത്ത് നൽകുന്ന ഈ 5 സീറ്റർ SUV പീക്ക് RPM-ൽ 550 bhp പവറും 770 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നു. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വഴി 4 വീലുകളിലേക്കും പവർ ഡ്രൈവ് ട്രെയിൻ ചെയ്യുന്ന ഇവയ്ക്ക് എക്സ്ഷോറൂം വില വരുന്നത് ഏകദേശം 1.24 കോടി രൂപയാണ്. നിന്ന നിൽപ്പിൽ നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വേണ്ടുന്നത് വെറും 5.4 സെക്കൻഡുകൾ മാത്രമാണ്. 252 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ പരമാവധി വേഗത. ലിസ്റ്റിലെ അവസാനത്തെ വണ്ടി പരിചയപ്പെടാം. ഇന്നോവ ക്രിസ്റ്റ. ടൊയോട്ടയുടെ ജനപ്രിയ വാഹനമായ ഇന്നോവ ക്രിസ്റ്റ MPV ഒരു ഫാമിലി കാറായിട്ടാണ് സൂര്യ ഉപയോഗിക്കുന്നത്. പീക്ക് RPM-കളിൽ 147 bhp പവറും 343 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന VNT ഇന്റർകൂളർ 2.4 ലിറ്റർ GD4 സിലിണ്ടർ ഡുവൽ VVTi 2.0 ലിറ്റർ 4 സിലിണ്ടർ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷനുകളിലാണ് ക്രിസ്റ്റ എത്തുന്നത്. മാനുവൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനിലെത്തുന്ന ഇവ 2 വീൽ ഡ്രൈവ് 4 വീൽ ഡ്രൈവ് എന്നീ വേരിയൻറ്റുകളിലും ലഭ്യമാണ്. ഇപ്പോൾ ഒരു ഫുൾ ഓപ്ഷൻ ഡീസൽ മോഡൽ ലഭ്യമാകണമെങ്കിൽ ഏതാണ്ട് 26 ലക്ഷത്തിലധികം ചിലവാക്കേണ്ടി വരും. 25 ലക്ഷത്തിന് മുകളിലാണ് പെട്രോൾ മോഡലിൻ്റെ വില. ടൊയോട്ടയുടെ ഈ വാഹനം സൂര്യ സ്വന്തമാക്കിയതിനു പുറമെ ഈ വാഹനത്തിൻ്റെ ഒരു റെഡ് കളർ മോഡൽ സൂര്യ സമ്മാനമായി നൽകിയിട്ടുണ്ട്. ഹിറ്റ് ചിത്രമായ താനേ സേർന്ന കൂട്ടം എന്ന സിനിമയുടെ സംവിധായകനായ വിഘ്നേഷ് ശിവനാണ് സൂര്യയുടെ കയ്യിൽ നിന്ന് ഈ വാഹനം സ്വന്തമാക്കുന്നത്. നേരത്തെ സിംഗം സിനിമയുടെ സംവിധായകൻ ഹരിക്കും ഒരു ടൊയോട്ട ഫോർച്യൂണർ വാഹനം സൂര്യ സമ്മാനമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവയൊക്കെയാണ് സൂര്യയുടെ വണ്ടികൾ. കൂടുതൽ വാഹന വിശേഷങ്ങൾക്കായി കാർ ഫാക്ടറി ചാനൽ സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സ്റ്റേ ട്യൂൺ.